Classroom discussion question number 1. The maximum and minimum magnitude of the resultant of two given vectors are 17 units and 7 units. If these two vectors are at right angles to each other, the magnitude of their resultant is. അപ്പൊ ഈ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്നത് രണ്ട് വെക്ടേഴ്സ് ഉണ്ട്. അത് രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 17 ആണ്. അടുത്തത് മിനിമം ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 7 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വെക്ടേഴ്സ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട പോയിന്റ്, രണ്ട് വെക്ടേഴ്സ് ഒരേ ഡയറക്ഷനിൽ വരുമ്പോഴാണ് മാക്സിമം മാഗ്നിറ്റ്യൂഡ് കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എയും ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ബിയും ആണെങ്കിൽ മാക്സിമം മാഗ്നിറ്റ്യൂഡ് കിട്ടുന്നത് ഈ രണ്ട് വെക്ടേഴ്സും ഒരേ ഡയറക്ഷനിലായിരിക്കുമ്പോഴാണ്. ഇപ്പോഴുള്ളത് എ പ്ലസ് ബി ആയിരിക്കും. അപ്പൊ ഇതിൽ മാക്സിമം തന്നിട്ടുണ്ട് 70. അടുത്തത് മിനിമം വാല്യൂ കിട്ടുന്നത് ഇവര് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കുമ്പോഴാണ്. ആ സമയത്തുള്ള വാല്യൂ ആയിരിക്കും ഏറ്റവും മിനിമം എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രോബ്ലത്തിൽ മാക്സിമം വാല്യൂ 17 എന്നും മിനിമം വാല്യൂ 7 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, ഇത് ആഡ് ചെയ്യുമ്പോൾ 17 ആണ്, ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 7 ആണ്. ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഫിസിക്സിലുള്ള ഒരു പ്രോബ്ലം മാത്തമാറ്റിക്കലായി മാറി. ഇനി ഇത് സോൾവ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? രണ്ട് ഇക്വേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യാം. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസും കൂടി ആഡ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് 2a is equal to b minus b ടോട്ടൽ 24. ഇതിൽ നിന്നും a കണ്ടുപിടിച്ചാൽ 12 എന്ന് കിട്ടും. അപ്പൊ a 12 ആണെങ്കിൽ 12 പ്ലസ് സംതിങ് ആണ് 17. അപ്പൊ ഉറപ്പായിട്ട് b എന്ന് പറയുന്നത് 5 ആയിരിക്കും. അപ്പൊ ഈ പ്രോബ്ലത്തിൽ നിങ്ങൾ രണ്ട് വെക്ടേഴ്സിന്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചു. ഇനി ചിന്തിക്കേണ്ടത്, ഈ രണ്ട് വെക്ടേഴ്സ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയാൽ ഇതിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം റൂട്ട് ഓഫ് 12 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ. അപ്പൊ ഈ പ്രോബ്ലത്തിന്റെ ആൻസർ എത്രയാണെന്ന് ചോദിച്ചാൽ റൂട്ട് ഓഫ് 12 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ. അപ്പൊ ഓപ്ഷനിൽ അത് തന്നിട്ടുണ്ട് 13 ആണ് ഓപ്ഷനിൽ തന്നിരിക്കുന്ന വാല്യൂ. ഓക്കെ, അപ്പോ ഈ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ വെക്ടേഴ്സിനെ കുറിച്ച് നിങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്, രണ്ട് വെക്ടേഴ്സിന്റെ റിസൾട്ടന്റ് മാക്സിമം ആവണമെങ്കിൽ അത് ഒരേ ഡയറക്ഷനിൽ വരണം. രണ്ട് വെക്ടേഴ്സിന്റെ റിസൾട്ടന്റ് മിനിമം ആവണമെങ്കിൽ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരണം. അപ്പൊ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്, മാക്സിമം 17, മിനിമം 7. ഈ രണ്ട് ഇക്വേഷൻസിൽ നിന്ന് നിങ്ങൾ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിച്ചു. എയുടെയും ബിയുടെയും വാല്യൂ അറിയാമെങ്കിൽ അത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നതെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് കാണാൻ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കണ്ടുപിടിച്ചാൽ. ഓക്കെ, question number 2. A particle moves with velocity 6i minus 4j plus 3k meter per second under the influence of a constant force 20i plus 15j minus 5k. Find the instantaneous power. അപ്പൊ ഈ പ്രോബ്ലത്തിൽ അവർ തന്നിരിക്കുന്നത് വെലോസിറ്റിയുടെ വാല്യൂവും ഫോഴ്സിന്റെ വാല്യൂമാണ്. ഈ രണ്ട് വാല്യൂസിൽ നിന്ന് നിങ്ങൾക്ക് പവർ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ നിങ്ങൾക്കറിയാം പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആണ്. വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. ഓക്കെ, അപ്പൊ ഇതില് ഫോഴ്സും വെലോസിറ്റിയും വെക്ടേഴ്സ് ആണ്. പവർ എന്ന് പറയുന്നത് വെക്ടർ അല്ല. അപ്പോ ആക്ച്വലി സ്കെയിലാർ പ്രോഡക്റ്റ് ആണ് എടുക്കുന്നത്. അപ്പൊ എഫിന്റെയും വിയുടെയും ഡോട്ട് പ്രോഡക്റ്റ് ആണ് പവർ എന്ന് പറയുന്നത്. അപ്പൊ എഫിന്റെയും വിയുടെയും വാല്യൂ തന്നിട്ടുണ്ട്. എഫിന്റെ വാല്യൂ എന്ന് പറയുന്നത് 20i പ്ലസ് 15j മൈനസ് 5k. അടുത്തത് വിയുടെ വാല്യൂ തന്നിട്ടുണ്ട് ഡോട്ട് 6i മൈനസ് 4j പ്ലസ് 3k. അപ്പൊ പവർ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ഫോഴ്സിന്റെയും വെലോസിറ്റിയുടെയും ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ മതി. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാൻ വളരെ ഈസിയാണ്. ഐയുടെ കോഎഫിഷ്യൻസ് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 120. അടുത്തത് ജെയുടെ കോഎഫിഷ്യൻസ് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, -60.
അടുത്തത് കെയുടെ കോഎഫിഷ്യൻസ് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. സി, ഇതാണ് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഓപ്ഷൻ എ തന്നിട്ടുണ്ട് 45 ആണ് ഓപ്ഷൻ എ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫോഴ്സിന്റെയും വെലോസിറ്റിയുടെയും വാല്യൂ തന്നാൽ പവർ കണ്ടുപിടിക്കാൻ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ, ഓക്കെ, ഇപ്പൊ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാൻ വളരെ ഈസിയാണ്. ഐയുടെ കോഎഫിഷ്യന്റ് മൾട്ടിപ്ലൈ ചെയ്യുക, ജെയുടെ കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്യുക, കെയുടെ കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് എല്ലാം കൂടി ആഡ് ചെയ്താൽ മതി. ഈ മൈനസ് വരാൻ കാരണം ഇവിടെ മൈനസ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് പവർ കണ്ടുപിടിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3. A boy playing on the roof of a 10-meter high building throws a ball with a speed of 10 meters per second at an angle 30 degrees with the horizontal. How far from the throwing point will the ball be at the height of 10 meters from the ground? Okay, അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഒരു കുട്ടി എന്ന് പറയുന്നത് റൂഫ് ഓഫ് എ 10 meter ഹൈ ബിൽഡിംഗ്, 10 meter ഹൈറ്റ് ഉള്ള ഒരു ബിൽഡിംഗിന്റെ മുകളിൽ നിന്നും കുട്ടി ഒരു ബോൾ ത്രോ ചെയ്യുകയാണ്. ത്രോയിങ് എ ബോൾ വിത്ത് സ്പീഡ് എഗെയിൻ 10 meters per second ത്രോ ചെയ്യും. അടുത്തത് അറ്റ് ആൻ ആംഗിൾ 30 degrees വിത്ത് ഹൊറിസോണ്ടൽ. How far from the throwing point will the ball be at the height 10 meters from the ground? അപ്പൊ ഈ ബോൾ ഒരിക്കലും സ്ട്രൈറ്റിൽ ട്രാവൽ ചെയ്യില്ല, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം അത് താഴേക്ക് വരും. അപ്പൊ ഈ ബോൾ എപ്പോഴും ഒരിക്കൽ ഇതേ 10 meter ഹൈറ്റിൽ എത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ പടം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പോയിന്റിലാണ് ഈ ബോൾ വീണ്ടും 10 meter ഹൈറ്റിൽ എത്തുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? ഹൗ ഫാർ ഫ്രം ദ ത്രോയിങ് പോയിന്റ്, ഈ ത്രോയിങ് പോയിന്റിൽ നിന്നും എത്ര ദൂരെയാണ് ഇപ്പോൾ ബോൾ എത്തിയിരിക്കുന്നത്. കേട്ടോ, അപ്പൊ ആക്ച്വലി നിങ്ങൾ ഈ പ്രോബ്ലത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ്സ് ഒക്കെ ചിന്തിക്കും. പക്ഷെ ആക്ച്വലി ഈ പ്രോബ്ലം എന്ന് പറയുന്നത് അത്ര കട്ടിയുള്ള പ്രോബ്ലം ഒന്നുമല്ല. ഇത് നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ തന്നെ അറിയാം. ഇതിൽ ഈ താഴേക്കുള്ള പോർഷൻ ഒന്ന് ഹൈഡ് ചെയ്താൽ ഇത് ഒരു നോർമൽ ഗ്രൗണ്ട് ടു ഗ്രൗണ്ട് പ്രൊജക്ടൈലാണ്. അപ്പൊ അവിടെ എക്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ പ്രൊജക്ടൈലിന്റെ റേഞ്ച് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് റേഞ്ചിന്റെ ഇക്വേഷൻ അറിയാം. റേഞ്ച് ഓഫ് എ പ്രൊജക്ടൈൽ ആർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2θ ബൈ ജി. അപ്പൊ യുവിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 10 സ്ക്വയർ ഇൻറ്റു സൈൻ 2θ, 2 into 30 എന്ന് പറയുന്നത് 60 ആണ്. ബൈ ജിയുടെ വാല്യൂ 10 കട്ട് ചെയ്താൽ സൈൻ 60യുടെ വാല്യൂ √3/2. സോ ആൻസർ ഈസ് 5√3. അപ്പൊ ഇതിന്റെ ഓപ്ഷൻ ഏതായിരിക്കും? 5√3 എന്ന് പറയുന്നതിന്റെ നിയർ ആയിട്ടുള്ള ആൻസർ 8.66 meters ആണ്. ഓക്കെ, അപ്പൊ ആക്ച്വലി അവര് 10 അല്ല ജിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ ആൻസറിൽ എത്തിയിരിക്കുന്നത് 9.8 ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാണ്? 8.66. ഓക്കെ, ഈ പ്രോബ്ലം എങ്ങനെയാണ് നിങ്ങൾ സോൾവ് ചെയ്തത്? ഒരു പ്രൊജക്ടൈല് മറ്റേ പർട്ടിക്കുലർ ഹൈറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, അത് താഴെ ഗ്രൗണ്ടിൽ വന്ന് വീഴും. ഈ പ്രൊജക്ടൈൽ എപ്പോഴാണോ വീണ്ടും 10 meter ഹൈറ്റിൽ എത്തിയത് അപ്പോൾ ഈ ത്രോ ചെയ്ത പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതൊരു നോർമൽ ഗ്രൗണ്ട് ടു ഗ്രൗണ്ട് പ്രൊജക്ടൈലിന്റെ റേഞ്ച് തന്നെയാണ്. റേഞ്ചിന്റെ ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. യു സ്ക്വയർ സൈൻ 2θ ബൈ ജി. യുവിന്റെ വാല്യൂ 10 തന്നിട്ടുണ്ട്, ജി 9.8. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? ഓക്കെ, ഫൈനൽ ആൻസർ 8.66 meters ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4. A ball is thrown up at an angle of 30 degrees with the horizontal. If R and H represents the horizontal range and maximum height reached, then which relation is correct? അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് റേഞ്ചിന്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഇവിടെ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തന്നിട്ടുണ്ട് 30 ഡിഗ്രി. അപ്പൊ നിങ്ങൾക്കറിയാം റേഞ്ചിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് യു സ്ക്വയർ സൈൻ 2θ ബൈ ജി ആണ്. തീറ്റയ്ക്ക് വാല്യൂ എടുത്താൽ യു സ്ക്വയർ സൈൻ 60 ബൈ ജി ആണ്. ഇതിന്റെ വാല്യൂ √3/2 ആണ്. അടുത്തത് ഇതേ ഇക്വേഷൻ ഹൈറ്റിന് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g ആണ് ഹൈറ്റിന്റെ ഇക്വേഷൻ.
അപ്പൊ യു സ്ക്വയർ ബൈ 2g ഇൻറ്റു സൈൻ 30യുടെ സ്ക്വയർ. സൈൻ 30 നിങ്ങൾക്കറിയാം ഹാഫ്, അതിന്റെ സ്ക്വയർ 1/4. അപ്പൊ ഇത് എച്ചിന്റെ വാല്യൂ, ഇത് ആറിന്റെ വാല്യൂ. നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് എച്ചിന്റെ ആറിന്റെയും തമ്മിലുള്ള കണക്ഷൻ ആണ്. അപ്പൊ അത് വളരെ സിമ്പിൾ. നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാം, കണ്ടോ, യു സ്ക്വയർ ബൈ 2g. അപ്പൊ ഇതിൽ നിന്നും യു സ്ക്വയർ ബൈ 2g എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും? 4h ആണെന്ന് മനസ്സിലാവും. കണ്ടോ, യു സ്ക്വയർ ബൈ 2g എന്ന് പറയുന്നത് 4h ആണ്. അപ്പൊ ഈ യു സ്ക്വയർ ബൈ 2gക്ക് വരെ എത്ര സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി? 4h. കണ്ടോ, അപ്പൊ നിങ്ങൾക്ക് ആറിന്റെ എച്ചിന്റെയും തമ്മിൽ ഒരു കണക്ഷൻ ലഭിക്കും. അത് ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 4√3h എന്നാണ്. ഓക്കെ, അപ്പൊ ഈ പ്രോബ്ലം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ 30 ഡിഗ്രിയാണ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എങ്കിൽ റേഞ്ചിന്റെ വാല്യൂ യു സ്ക്വയർ ബൈ ജി ഇൻറ്റു √3/2 ആയിരിക്കും. 30 ഡിഗ്രിയാണ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എങ്കിൽ ഹൈറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് യു സ്ക്വയർ ബൈ 2g ഇൻറ്റു 1/4 ആയിരിക്കും. അടുത്ത ഈ രണ്ട് ഇക്വേഷൻസിനെ ഡിവൈഡ് ചെയ്യുകയോ കമ്പയർ ചെയ്യുകയോ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? ആറിന്റെ എച്ചിന്റെയും തമ്മിലുള്ള കണക്ടിംഗ് റിലേഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, ഈ കേസിൽ അത് എത്രയാണ്? 4√3 ഇൻറ്റു h ആണ്. Question number 5. A particle moves towards east with a velocity 5 meter per second. After 10 seconds, its direction changes towards north with the same velocity. The average acceleration, കണ്ടോ, അപ്പൊ ഈ പ്രോബ്ലത്തിൽ ആവറേജ് ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കാനുള്ളത്. ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ ഡയറക്ഷനെ കുറിച്ചാണ്. ഇത് നോർത്ത് ഡയറക്ഷൻ ആണ്, ഇത് വെസ്റ്റ്. ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് വെസ്റ്റ് ആണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിൽ ഡയറക്ഷൻ പരിഗണിക്കേണ്ടി വന്നാൽ നിങ്ങൾ എങ്ങോട്ടാണോ നോക്കുന്നത് അത് നോർത്ത് ആയിട്ട് എടുക്കണം. നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് വെസ്റ്റ് ആയിട്ട് എടുക്കണം. അപ്പൊ ഈ പ്രോബ്ലത്തിൽ എങ്ങനെയാണ് സിറ്റുവേഷൻ എന്ന് ഉള്ളത്? മൂവ്സ് ടുവേർഡ്സ് ഈസ്റ്റ്. കണ്ടോ, അപ്പൊ ഈ പ്രോബ്ലത്തില് ഈസ്റ്റിലോട്ട് ട്രാവൽ ചെയ്യുന്നു. വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലോട്ട് ട്രാവൽ ചെയ്യുന്നു. അതിനുശേഷം വിത്ത് സ്പീഡ് വന്നിട്ടുണ്ട് 5 ആണ് മീറ്റർ പെർ സെക്കൻഡ്. After 10 seconds, its direction changes towards north and no change in the speed. Ready? The average acceleration. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കി, എങ്ങനെ ആക്സിലറേഷൻ കണ്ടുപിടിക്കും? Acceleration is equal to change in velocity by time. കേട്ടോ, അപ്പോ ഇതായിരുന്നു ഇനിഷ്യൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ, ഇത് ഫൈനൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ. നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ചേഞ്ച് ഇൻ വെലോസിറ്റിയുടെ ഡയറക്ഷൻ. ചേഞ്ച് കണ്ടുപിടിക്കണമെങ്കിൽ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി കണ്ടുപിടിക്കും. ഇതാണ് ഫൈനൽ വെലോസിറ്റി, ഇതാണ് ഇനിഷ്യൽ വെലോസിറ്റി. ഈ ഫൈനൽ വെലോസിറ്റിയിൽ നിന്ന് ഈ ഇനിഷ്യൽ വെലോസിറ്റി സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്യാനുള്ള ഐഡിയ വളരെ സിമ്പിൾ ആണ്. ഇതിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആക്കിയതിനു ശേഷം ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഈ വെക്ടറിൽ നിന്നും ഈ വെക്ടർ മൈനസ് ചെയ്യുന്നതിന് പകരം ഈ വെക്ടറിന്റെ ഡയറക്ഷൻ തിരിച്ചതിന് ശേഷം വെറുതെ ആഡ് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ അറിയാം. ഈ രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് ട്രയാങ്കിൾ ലോ ഉപയോഗിച്ചാൽ മതി. അപ്പൊ ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഇതിന്റെ വാല്യൂ √5² + 5², അതായത് √2 ടൈംസ് ദ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇതിന്റെ ആൻസർ ചേഞ്ച് ഇൻ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഇങ്ങനെ. ഈ പടത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും റിസൾട്ടന്റ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ, അതായത് നോർത്ത് വെസ്റ്റ്. അതിനിടയിലൂടെയാണ് ഇതിന്റെ റിസൾട്ടന്റ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ. അപ്പൊ നിങ്ങൾക്ക് മാഗ്നിറ്റ്യൂഡ് 5√2 എന്നും ഡയറക്ഷൻ നോർത്ത് വെസ്റ്റ്. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 5√2 നോർത്ത് വെസ്റ്റ്. അടുത്തത് ഈ 5√2 എന്ന് പറയുന്നത് റിസൾട്ടന്റ് വെലോസിറ്റിയാണ്. 5√2 ഡിവൈഡഡ് ബൈ ടൈം കണ്ടുപിടിച്ചാൽ ആക്സിലറേഷൻ കിട്ടും. ഈ പ്രോബ്ലത്തിൽ ടൈം 10 സെക്കൻഡ്സ് എന്ന് തന്നിട്ടുണ്ട്. 5 കട്ട് ചെയ്ത 2. അപ്പൊ ഫൈനൽ ആൻസർ എന്ത് വരും? ആക്സിലറേഷൻ എന്ന് പറയുന്നത് 1/√2 ഇൻ ദ നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ. ഓക്കെ, ഈ 5√2 എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ് 1/√2 എന്ന് പറയുന്നത്. Question number 6. For any two vectors A and B, if A dot B equal to magnitude of A cross B, then what is the value of A plus? നിങ്ങൾ ചിന്തിക്കേണ്ടത് A dot B യുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്
എ ബി കോസ് തീറ്റ. എ ക്രോസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എ ബി സൈൻ തീറ്റ. രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സൈൻ തീറ്റയുടെയും കോസ് തീറ്റയുടെയും വാല്യൂ ഈക്വൽ ആവുന്നു എന്നാണ്. അപ്പൊ നിങ്ങൾക്കറിയാം 45 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്തായിക്കോളും, സൈൻ തീറ്റയും കോസ് തീറ്റയും ഈക്വൽ ആയിക്കോളും. ഇനി പ്രോബ്ലം ഇങ്ങനെയാണ്, ഈ രണ്ട് വെക്ടേഴ്സിന്റെയും കൂടി സം എത്രയായി? ഇപ്പൊ രണ്ട് വെക്ടേഴ്സിനിടയ്ക്കുള്ള ആംഗിള് 45 ആണെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞു എ ബി രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, അതിന്റെ ഇടയിലുള്ള ആംഗിൾ 45 ആണെങ്കിൽ റിസൾട്ടന്റ് എന്ന് പറയുന്നത് പാരലൽ ലോഗരിതത്തിന്റെ ഡയഗണൽ ആയിരിക്കും. അതിന്റെ വാല്യൂ കാണാൻ നിങ്ങൾക്ക് അറിയാം, √(a² + b² + 2ab cos θ. തീറ്റയുടെ വാല്യൂ തന്നിട്ടുണ്ട് 45. ഓക്കെ, അപ്പൊ cos 45ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1/√2 എന്ന് വരും. അപ്പോ 1/√2. ഈ √2 കൂടെ കട്ട് ചെയ്താൽ നമുക്ക് വേണ്ടുന്ന ആൻസർ ആവും. അപ്പോൾ ഓപ്ഷനിലുള്ള ആൻസർ √(a² + b² + √2ab. അതാണ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 7. A ball is thrown from the top of a tower with an initial velocity 10 m/s at an angle 30 degree with the horizontal. It hits the ground at a distance 17.3 meter from the base. The height of the tower is. അപ്പൊ ഈ പ്രോബ്ലത്തിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഒരു ടവറിന്റെ മുകളിൽ നിന്നും ഒരു ഒബ്ജക്റ്റ് ത്രോ ചെയ്യും അറ്റ് ആൻ ആംഗിൾ 30 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ. അതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട് 10 m/s. അപ്പൊ ഈ ഒബ്ജക്റ്റ് എന്ത് ചെയ്യും, ഒരു പരാബോളിക് പാത്തിൽ ഇവിടെ വന്ന് വീഴും. ഈ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 17.3. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ടവറിന്റെ ഹൈറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, ഇതുപോലുള്ള ഏത് പ്രൊജക്ടൈൽ ആയാലും നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ ലീനിയർ മോഷന്റെ ഇക്വേഷൻ ആണ്. അപ്പൊ അത് നിങ്ങൾക്കറിയാം, S = ut + ½ at². ഇത് നിങ്ങൾക്ക് എക്സ് ആക്സിസിന് വേണ്ടിയോ വൈ ആക്സിസിന് വേണ്ടിയോ ഉപയോഗിക്കാം. ഇൻ കേസ് എക്സ് ആക്സിസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് 17.3 = അപ്പൊ എക്സ് ആക്സിസിലെ ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റി എക്സ് ആക്സിസിലെ വേണം. അപ്പൊ ഈ വെലോസിറ്റിയെ രണ്ടായിട്ട് റിസോൾവ് ചെയ്താൽ ഇത് u cos θയും ഇത് u sin θയും ആയിരിക്കും. അപ്പൊ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ u 10 ആണ്, cos 30 into time. ഓക്കെ, അപ്പോ എക്സ് ആക്സിസിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു എക്സ് ആക്സിസിലുള്ള ഇനിഷ്യൽ വെലോസിറ്റി ഇൻറ്റു ടൈം പ്ലസ് ഹാഫ് എക്സ് ആക്സിസിലുള്ള ആക്സിലറേഷൻ. അപ്പൊ നിങ്ങൾക്കറിയാം, ഈ പടത്തിൽ ആക്സിലറേഷൻ താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് എക്സ് ആക്സിസിൽ ആക്സിലറേഷൻ ഇല്ല. കണ്ടോ, ഇപ്പൊ cos 30യുടെ വാല്യൂ കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ √3/2. സി, ഇതും ഒരു ഫാൻസി നമ്പർ ആണ്. √3 ആകുമ്പോൾ ഒരു 1.73 വരും. ഇൻറ്റു 10 അത് ഇതൂടെ കട്ട് ചെയ്യാം. അപ്പൊ t = 2 seconds. അതായത് ഈ പ്രൊജക്ടൈൽ ഇത്രയും ദൂരം ട്രാവൽ ചെയ്യാൻ എടുത്തത് 2 seconds ആണ്. ഇനി ഈ ഐഡിയ ഉപയോഗിച്ച് വേണം നിങ്ങൾ h കണ്ടുപിടിക്കാൻ. അപ്പോഴും ഇതേ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ s ന്റെ സ്ഥാനത്ത് y ആക്സിസിലുള്ള ഡിസ്പ്ലേസ്മെന്റ് h എന്ന് കൊടുക്കും. അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി y ആക്സിസിലുള്ളത് u sin θ ആണ്. u ന്റെ വാല്യൂ തന്നിട്ടുണ്ട് 10 sin θ ഇൻറ്റു t. യുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. അടുത്തത് u sin θയുടെ ഡയറക്ഷൻ അപ്വേർഡ് ആണ്, പക്ഷെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ ഡൗൺവേർഡ് ആണ്. അതുകൊണ്ട് എക്ക് എന്തിട്ട് കൊടുക്കണം, മൈനസ് ഇട്ട് കൊടുക്കും, ഇൻറ്റു t². ഇതിൽ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 10 ഇൻറ്റു sin 30 ഇൻറ്റു ടൈം തന്നിട്ടുണ്ട് 2 മൈനസ് g/2 5 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് t² ഇൻറ്റു 4. അപ്പോ എത്ര കിട്ടും, -10 എന്ന് കിട്ടും. കിട്ടിയ ആൻസർ മൈനസ് ആണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ എടുത്ത പോയിന്റിൽ നിന്നും ഡൗൺ ആയിരിക്കാം. കണ്ടോ, അപ്പൊ h എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, 10 മീറ്റർ ആണ് മാഗ്നിറ്റ്യൂഡ്. സോ ഫൈനൽ ആൻസർ ഈസ് ഓപ്ഷൻ ബി, 10 മീറ്റർ. അപ്പൊ എങ്ങനെയാണ് ഇതുപോലൊരു പ്രൊജക്ടൈലിന്റെ മോഷൻ നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്? എക്സ് ആക്സിസിലുള്ള ഡിസ്പ്ലേസ്മെന്റ് കാണാൻ s = ut മാത്രം എടുത്താൽ മതി. യുവിന്റെ സ്ഥാനത്ത് u cos θ വേണം എടുക്കാൻ. അടുത്തത് y ആക്സിസ് എടുക്കുകയാണെങ്കിൽ അവിടെ ഇനിഷ്യൽ വെലോസിറ്റി
യു സൈൻ 30 വേണം എടുക്കാം. അടുത്തത് ജി എന്ന് പറയുന്ന ഡൗൺവേർഡ് ആണ്, യു സൈൻ തീറ്റ മുകളിലോട്ടാണ്. അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ കാണിക്കാനാണ് ഇവിടെ മൈനസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 8. A car is traveling at 30 meters per second on a circular road of radius 500 meters. It is increasing its speed at the rate of 2 meters per second square. Find the net acceleration. അപ്പോ ഒരു സർക്കുലർ മോഷനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സർക്കുലർ മോഷനകത്ത് ഉറപ്പായിട്ടും v വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റില് സെന്ററിലേക്ക് ഒരു ആക്സിലറേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ. ആ ആക്സിലറേഷന്റെ പേര് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്നാണ്. അപ്പൊ ഇതില് സെന്ററിലേക്ക് ആക്ട് ചെയ്യുന്ന ആക്സിലറേഷൻ ആണ് v²/r, അല്ലെങ്കിൽ സെന്ററിലേക്കുള്ള ഫോഴ്സ് ആണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് mv²/r എന്ന് പറയുന്നത്. അടുത്തത് ഇതിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുകയാണ് അറ്റ് എ റേറ്റ് ഓഫ് 2 meters per second square. 2 meters per second square എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് ആക്സിലറേഷൻ ആണ്. അപ്പോ ഈ ഒബ്ജക്റ്റിന് സ്പീഡ് കൂടുന്നത് മൂലം മറ്റൊരു ആക്സിലറേഷൻ ഉണ്ട്, അത് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ആണ്. അതിന്റെ വാല്യൂ 2 ആണ്. അപ്പൊ ഈ ഒബ്ജക്റ്റിന് രണ്ട് ആക്സിലറേഷൻ ആയി, ഒന്ന് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ, ഒന്ന് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. ഇങ്ങനെ രണ്ട് ആക്സിലറേഷൻ വരികയാണെങ്കിൽ ടോട്ടൽ ആക്സിലറേഷൻ കാണണമെങ്കിൽ വെക്റ്റർ സം എടുക്കണം. അതായത് സെൻട്രിപെറ്റൽ സ്ക്വയർ പ്ലസ് ടാൻജൻഷ്യൽ സ്ക്വയർ, അതിന്റെ സമ്മിന്റെ റൂട്ട് എടുക്കണം. ഇതെന്ന് പറയുന്നത് സെൻട്രിപെറ്റൽ ആക്സിലറേഷന്റെ വാല്യൂ ആണ്. നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ. ഈ പ്രോബ്ലത്തില് v യുടെ വാല്യൂ തന്നിട്ടുണ്ട് 30 meters per second. അപ്പോൾ 30² റേഡിയസ് തന്നിട്ടുണ്ട് 500 meters. അപ്പൊ ഇത് 900/500, 9/5 ആണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. അടുത്ത ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഡയറക്റ്റ് തന്നിട്ടുണ്ട് 2 meters per second. സോ ടോട്ടൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ √9/5² പ്ലസ് 2². ഇങ്ങനെയാണ് ടോട്ടൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോ ഇതിന്റെ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ആൻസർ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് 2.7 എന്നാണ്. ഇതിന്റെ വാല്യൂ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആൻസർ കണ്ടുപിടിച്ചാൽ 2.7 ആയിരിക്കും. അപ്പൊ ഒന്നുകൂടി പറഞ്ഞോളൂ. സർക്കുലർ മോഷനിൽ സെന്ററിലേക്ക് കൊടുക്കേണ്ടത് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. ഓക്കെ. അപ്പൊ ഒരേ സ്പീഡിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ പോലും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി സെന്ററിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കണം. അതിന്റെ പേര് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്നാണ്. അതുപോലുള്ള ആക്സിലറേഷൻ ആണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. അതിന്റെ വാല്യൂ v²/r ആണ്. അപ്പൊ ഇവിടെ v13 തന്നിട്ടുണ്ട്, r 500 തന്നിട്ടുണ്ട്. സോ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ 9/5 ആണ്. അടുത്തത് സ്പീഡ് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതുമൂലം ഒരു ആക്സിലറേഷൻ ഉണ്ടായിരിക്കും. അതിന്റെ പേര് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എന്നാണ്. അത് ഡയറക്റ്റ് തന്നിട്ടുണ്ട് 2. അപ്പൊ ഈ രണ്ട് ആക്സിലറേഷൻസും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ടോട്ടൽ കാണണമെങ്കിൽ √ac² പ്ലസ് at² കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ. ഇങ്ങനെയാണ് ടോട്ടൽ ആക്സിലറേഷൻ സർക്കുലർ മോഷനിൽ കണ്ടുപിടിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 9. A boat is sent across a river with a velocity 8 km/h. If the resultant velocity is 10 km/h, then the river is flowing at. അപ്പോൾ ഇവിടെ ബോട്ട് ഈസ് സെൻഡ് അക്രോസ് എ റിവർ വിത്ത് വെലോസിറ്റി. അപ്പൊ ഒരു ബോട്ട് സെൻഡ് ചെയ്തു വിത്ത് വെലോസിറ്റി 8 km/h. അടുത്തത് റിവർ ഫ്ലോ ചെയ്യുകയാണ് വിത്ത് എ വെലോസിറ്റി അറിയില്ല. ഇതുമൂലം ഇങ്ങനെ ബോട്ട് അങ്ങോട്ടും റിവർ ഇങ്ങോട്ടും ഫ്ലോ ചെയ്ത് ഉറപ്പായിട്ട് അതിനൊരു റിസൾട്ടന്റ് വെലോസിറ്റി കിട്ടും. അത് തന്നിട്ടുണ്ട് 10 km/h. അങ്ങനെയാണെങ്കിൽ റിവറിന്റെ വെലോസിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിലിപ്പോ ഒന്നും ചെയ്യാനില്ല. ഇത് റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് VR-ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ √10² മൈനസ് 8². ഇതാണ് ഫൈനൽ ആൻസർ. സോ ഫൈനൽ ആൻസർ 6 km/h. ഓക്കെ. അപ്പൊ ഇത് ബോട്ടിന്റെ സ്പീഡും ഇത് റിവറിന്റെ സ്പീഡും, ഇത് റിസൾട്ടന്റ് സ്പീഡ്. ഓക്കെ. അപ്പോ ഇതിൽ നിന്ന് റിവറിന്റെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? √10² മൈനസ് 8²
കണ്ടുപിടിച്ചാൽ കിലോമീറ്റർ പെർ. സോ ഫൈനൽ ആൻസർ ഈസ് 6 kilometers per hour. Question number 10. An aeroplane is flying at a speed of 144 kilometers per hour at an altitude of 1000 meters. How far from a given target should a bomb be released so that it will hit the correct target? അപ്പോൾ ഒരു എയറോപ്ലെയിൻ ഇങ്ങനെ പോവുകയാണ്, അതിന്റെ സ്പീഡ് തന്നിട്ടുണ്ട് 144 കിലോമീറ്റർ പെർ അവർ. അപ്പോ ഇതിൽ ബാക്കിയുള്ളതെല്ലാം മീറ്റർ പെർ സെക്കൻഡിലായതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെയും വേണമെങ്കിൽ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാം. ഇൻറ്റു 5/18 ചെയ്താൽ മതി. വാല്യൂ എത്ര കിട്ടും? 40 മീറ്റർ പെർ സെക്കൻഡ്. ഒരു എയറോപ്ലെയിൻ 40 മീറ്റർ പെർ സെക്കൻഡിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഒരു പാക്കറ്റ് ഡ്രോപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ പാക്കറ്റ് ഡ്രോപ്പ് ചെയ്ത എയറോപ്ലെയിൻ ഇങ്ങനെ മുന്നിലേക്ക് പോകുന്നതുകൊണ്ട് ഒരിക്കലും നേരെ താഴെ വീഴില്ല. അത് ഫ്രണ്ടിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കും വന്ന് വീഴുന്നത്. ഓക്കെ, അടുത്തത് അറ്റ് ആൻ ആൾട്ടിറ്റ്യൂഡ്. അപ്പൊ ഹൈറ്റ് തന്നിട്ടുണ്ട് 1000 മീറ്റർ ഹൈറ്റിലാണ് പോകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കണം? കറക്റ്റ് ഈ പാക്കറ്റ് ഈ ടാർഗറ്റിൽ വീഴണമെങ്കിൽ എത്ര ഡിസ്റ്റൻസിന് മുൻപ് ഈ പാക്കറ്റ് ഡ്രോപ്പ് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്കറിയാം ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ ആണ്. അപ്പൊ അതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട് 40 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ നിങ്ങൾക്കറിയാം ഇവിടെ എല്ലാ ഇക്വേഷൻ ഏത് തന്നെ ആയിരിക്കും? S = ut + ½ at² തന്നെ ആയിരിക്കും ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എസിന് പകരം എക്സ് എന്നാണ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ എക്സ് ആക്സിസിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു എക്സ് ആക്സിസിലുള്ള വെലോസിറ്റി ഇൻറ്റു ടൈം പ്ലസ് എക്സ് ആക്സിസിലുള്ള ആക്സിലറേഷൻ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അടുത്തത് ഇതേ ഇക്വേഷൻ തന്നെ നമുക്ക് വെർട്ടിക്കൽ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. വെർട്ടിക്കൽ ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എസിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാൻ പറ്റും? 1000 ഈസ് ഈക്വൽ ടു യു എന്ന് പറയുന്നത്, അതായത് വെർട്ടിക്കൽ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. ബാക്കി എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി? ഹാഫ് എക്ക് വരം ജി ഇൻറ്റു t². കണ്ടോ, ഇതിൽ ഒരു വേരിയബിളേ ഉള്ളൂ 1000. ഹാഫ് ജിക്ക് 10 എന്നും കൂടെ കൊടുത്താൽ കണ്ടോ, അപ്പോ ഇത് 5 കട്ട് ചെയ്താൽ t² ഈക്വൽ ടു 200 അല്ലെങ്കിൽ t ഈക്വൽ ടു √200 എന്ന് കിട്ടും. ഓക്കെ, ഈ ടിയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിന്റെ വാല്യൂ കണ്ടുപിടിക്കാം? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. സോ എക്സ് ഈസ് ഈക്വൽ ടു 40 ഇൻറ്റു √200. ഓക്കെ, അപ്പൊ ഇവിടെ ജിക്ക് നിങ്ങൾ 9.8 എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ഇത് √204 എന്ന് കിട്ടും. എന്തായാലും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 571.43. അപ്പോ ഈ പ്രൊജക്ടൈലിൽ നിങ്ങൾ യൂസ് ചെയ്തത് S = ut + ½ at² തന്നെയാണ്. ഇതിൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് കാണണമെങ്കിൽ ഹൊറിസോണ്ടൽ ഇനിഷ്യൽ വെലോസിറ്റിയും ടൈമും വേണം. അടുത്തത് വെർട്ടിക്കൽ ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് കാണുന്നതെങ്കിൽ ഇവിടെ മൈനസ് ഒന്നും ഇട്ടിട്ടില്ല, കാരണം ഡിസ്പ്ലേസ്മെന്റ് ഡൗൺവേർഡ്, ജിയും ഡൗൺവേർഡ്, u 0 ആയതുകൊണ്ടാണ് ഇവിടെ രണ്ടിടത്തും മൈനസ് ഒന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതിരുന്നത്. ഈ ഇക്വേഷനിൽ നിന്ന് ടിയുടെ വാല്യൂ കിട്ടും. ഈ ടിയുടെ വാല്യൂ എക്സിൽ കണ്ടുപിടിക്കാൻ നമ്മൾക്ക് ഉപയോഗിക്കും. Question number 11. The range of a projectile is 50 meter when the angle of projection is 15 degree. What is the range when the angle of projection is 45 degree? ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, 15 ഡിഗ്രിയിൽ പ്രൊജക്ട് ചെയ്താൽ റേഞ്ച് 50 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 45 ഡിഗ്രിയിൽ പ്രൊജക്ട് ചെയ്താൽ റേഞ്ച് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് റേഞ്ചിന്റെ ഇക്വേഷൻ അറിയാം. റേഞ്ച് ഈസ് u² sin 2θ/g. അപ്പൊ ഫസ്റ്റ് കേസിൽ റേഞ്ചിന്റെ വാല്യൂ എന്ന് പറയുന്നത് 50 മീറ്റർ ആണ്. അടുത്തത് u²/g ഇൻറ്റു സൈൻ 15 ഇൻറ്റു 2 30. ഇതാണ് ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് റേഞ്ച് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. യു ചേഞ്ച് ഇല്ല, ജി സൈൻ, ഈ സമയത്ത് അവർ തന്നിരിക്കുന്നത് 45 ഡിഗ്രി. അപ്പൊ 45 ഇൻറ്റു 2 90 ആണ്.
അപ്പൊ നിങ്ങൾക്ക് ആക്ച്വലി കണ്ടുപിടിക്കേണ്ടത് യു സ്ക്വയർ ബൈ ജിന്റെ വാല്യൂ ആണ്. ഓക്കെ, അപ്പൊ സൈൻ 30 നിങ്ങൾക്കറിയാം ഹാഫ് ആണ്. അപ്പൊ ഈ ഇക്വേഷനിൽ നിന്ന് എന്ത് എഴുതാം? 50 ഈക്വൽ ടു യു സ്ക്വയർ ബൈ ജി ഇൻറ്റു ഹാഫ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് യു സ്ക്വയർ ബൈ ജിയുടെ വാല്യൂ ആണ്. അതിന് ഈ ഹാഫ് എന്ത് ചെയ്താൽ മതി? പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പൊ യു സ്ക്വയർ ബൈ ജി എന്ന് പറയുന്നത് 2 × 50 ആയിരിക്കും. അപ്പൊ അതിന്റെ ഫൈനൽ ആൻസർ എത്രയായിരിക്കും? 100. അതായത് 15 ഡിഗ്രി. അപ്പൊ 15 × 2 30. അടുത്ത 45 ഡിഗ്രി. 45 × 2 90. അപ്പൊ അത്രയും ഡിഫറൻസ് ഈ ഇക്വേഷനിൽ കൊടുക്കുന്നു. എന്നിട്ട് ഇത് ഡിവൈഡ് ചെയ്യുകയോ കമ്പയർ ചെയ്യുകയോ ചെയ്താൽ നിങ്ങൾക്ക് യു സ്ക്വയർ ബൈ ജിയുടെ വാല്യൂ 50 ബൈ ഹാഫ്, അത് 50 × 2 100 മീറ്റർ എന്ന് കിട്ടും. Question number 12. A car runs at a constant speed on a circular track of radius 100 meter, taking 62.8 seconds for every circular lap. The average velocity and average speed. See, circular motionലാണ്. Average velocity കാണാൻ പറഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം കണ്ടാൽ മതി. അപ്പൊ സർക്കുലർ മോഷനിലെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. അതുകൊണ്ട് ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, പക്ഷെ ആവറേജ് സ്പീഡ് കാണണമെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണെന്ന് നിങ്ങൾക്കറിയാം? ബൈ ടോട്ടൽ ടൈം. അപ്പൊ അതില് ആറിന്റെ വാല്യൂ 100 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ബൈ ടൈം തന്നിട്ടുണ്ട് 62.8. കണ്ടോ, ഇത് 3.14 × 2 6 × 10. സോ ഫൈനൽ കട്ട് ചെയ്താൽ ആൻസർ എത്ര കിട്ടും? 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. സോ കറക്റ്റ് ഓപ്ഷൻ ബി 0 ആണ് ആവറേജ് വെലോസിറ്റി. ആവറേജ് സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പൊ സർക്കുലർ മോഷനിൽ ആവറേജ് വെലോസിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ 0 ആണ്. പക്ഷെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 13. A body is just being revolved in a vertical circle of radius capital R with uniform speed. The spring breaks when the body is at the highest point. The horizontal distance covered by the body after the spring breaks. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് വെർട്ടിക്കൽ സർക്കുലർ മോഷനിലാണ്. ഇത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിലെത്തി. With a uniform speed, the spring breaks when it is reached at the highest point. അപ്പൊ ഈ ഒബ്ജക്റ്റ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ എത്തിയപ്പോ സ്പ്രിങ് ബ്രേക്ക് ആവും. സ്പ്രിങ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് വേറെ ഏതെങ്കിലും സ്ഥലത്തായിരിക്കും പോയി വീഴുന്നത്. അപ്പൊ ചോദ്യം എന്താണ്? ഫൈൻഡ് ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, ഒരു ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ തന്നെയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഹൈറ്റ് എത്രയാണെന്ന് എടുത്താൽ മതി. R2R ആണ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട ഇതാണ്, ഒരു വെർട്ടിക്കൽ സർക്കുലർ മോഷൻ കംപ്ലീറ്റ് ചെയ്ത് പോകണമെങ്കിൽ അതിന്റെ ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ മിനിമം √GR വെലോസിറ്റി എങ്കിലും ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ വേണ്ടുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് √GR ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, ഇവിടുത്തെ വെലോസിറ്റി √RG ആണ് വേണ്ടത്. ഓക്കെ, അടുത്തത് ഹൈറ്റ് നമുക്കറിയാം 2R ആണ്. ഇനി നമ്മൾ പഠിച്ച ഇക്വേഷൻസിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ ആണ് S = ut + ½ at². അപ്പൊ ഈ S എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഈ S എന്ന് പറയുന്നത് വേണമെങ്കിൽ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. അപ്പോ അങ്ങനെ എടുക്കുകയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എങ്ങനെ എടുക്കാം? ഇനിഷ്യൽ വെലോസിറ്റി കണ്ടോ, എസിന് പകരം എക്സ് എന്ന് കൊടുത്താൽ യുവിന് പകരം എന്ത് കൊടുക്കാം? √RG ഇൻറ്റു ടൈം. ഓക്കെ, അടുത്തത് എക്സ് കമ്പോണന്റ് ആണ്, അതുകൊണ്ട് ആക്സിലറേഷൻ 0 ആണ്. ഇതാണ് നമുക്ക് വേണ്ടുന്ന ഫൈനൽ ആൻസർ. പക്ഷെ ഇങ്ങനെ ഒരു ആൻസർ ഓപ്ഷനിൽ ഇല്ല. അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കും. നമുക്ക് ഈ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പൊ എസിന്റെ സ്ഥാനത്ത് ഇതാണ് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ്, R + R 2R ആണ്. ഈസ് ഈക്വൽ ടു
വെർട്ടിക്കൽ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. അടുത്തത് ഹാഫ് എക്ക് വരാൻ ജി എന്ന് കൊടുത്തു ടി സ്ക്വയർ. അപ്പൊ ഇതിൽ നിന്നും നമുക്ക് ടിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ കഴിയും. എത്ര കിട്ടും? ടിയുടെ വാല്യൂ ടി സ്ക്വയർ ഈക്വൽ ടു 4r/g ആണ്. അപ്പൊ ടിയുടെ വാല്യൂ ഇതിന്റെ റൂട്ട് എടുത്താൽ 2 into r/g എന്ന് കിട്ടും. ഈ ടിയുടെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടും. അതായത് x ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു 2 into റൂട്ട് ഓഫ് r/g. റൂട്ട് ജി കട്ട് ചെയ്താൽ 2r കിട്ടും. അതായത് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര വരും? 2r. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ 2 ക്യാപിറ്റൽ R ആണ്. ഇതെങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ ഏത് പ്രൊജക്ടൈലിന്റെ പ്രോബ്ലം വന്നാലും നിങ്ങൾ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു ut. u എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഇനിഷ്യൽ വെലോസിറ്റി ആണ്. വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് u ചിലപ്പോൾ 0 ആയിരിക്കും ചില കേസിൽ. അങ്ങനെയാണെങ്കിൽ അത് 0 കൊടുക്കുക, ബാക്കി ഹാഫ് at സ്ക്വയർ ഉപയോഗിക്കും. അപ്പൊ വെർട്ടിക്കൽ ആയിട്ടുള്ള കേസിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കുക, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള കേസിൽ ഇതേ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യും. എന്നിട്ട് ആ ഇക്വേഷൻസിൽ നിന്നാണ് ഫൈനൽ ആൻസറിൽ എത്തിച്ചേരുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 14. A particle of mass m is projected with a velocity v at an angle 60 degree with the horizontal. When the particle is at its maximum height, the magnitude of angular momentum. കണ്ടോ? അപ്പൊ പ്രോബ്ലത്തിൽ അവർ ചോദിച്ചിരിക്കുന്നത് ആംഗുലാർ മൊമെന്റത്തെ കുറിച്ചാണ്. ഈ ആംഗുലാർ മൊമെന്റം പോലെ ഫോഴ്സ് വരുന്ന കേസിലാണ് ടോർക്ക് വരുന്നത്. ടോർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അതുപോലെ ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞാലും മൊമെന്റം ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. മൊമെന്റം ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത്. അപ്പൊ ഒബ്ജക്റ്റ് ടോപ്പ് മോസ്റ്റ് പോയിന്റിലെത്തി. അപ്പൊ നിങ്ങൾ അറിയേണ്ടത് ടോപ്പ് മോസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി 0 ഒന്നും അല്ല, ഈ ഹൊറിസോണ്ടൽ വെലോസിറ്റി. ഇപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി v ആണെങ്കിൽ v കോസ് തീറ്റ തന്നെയായിരിക്കും ഈ ട്രാജക്ടറിയിൽ എല്ലാ ഭാഗത്തുമുള്ള ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അത് ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ എത്തിയാലും ഇനിഷ്യൽ വെലോസിറ്റി v ആണെങ്കിൽ v കോസ് തീറ്റ തന്നെയാണ്. തീറ്റയുടെ വാല്യൂ തന്നിട്ടുണ്ട് 60. അപ്പൊ v കോസ് 60 തന്നെയാണ് ടോപ്പ് മോസ്റ്റ് പോയിന്റിലുള്ള വെലോസിറ്റി. അപ്പോ മൊമെന്റത്തില് മാസ് ഇൻറ്റു വെലോസിറ്റിക്ക് v കോസ് 60 എന്ന് കൊടുക്കണം. അപ്പൊ മൊമെന്റം ഇൻറ്റു ഇതാണ് ലൈൻ ഓഫ് ആക്ഷൻ. അതിൽ നിന്നും ഈ ഒറിജിൻ വരെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അത് നിങ്ങൾക്ക് നോക്കുമ്പോഴേ അറിയാം അത് മാക്സിമം ഹൈറ്റ് ആണ്. അപ്പൊ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിന് വരെ എന്ത് വാല്യൂ കൊടുക്കണം? h എന്ന് കൊടുക്കണം. അപ്പൊ mv ഇൻറ്റു കോസ് 60 ഇൻറ്റു hന്റെ വാല്യൂ u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. ഇതിൽ നിന്ന് ആൻസർ എന്ത് എഴുതാം? ഈ u എന്ന് പറയുന്നത് v ആണെന്ന് അവർ തന്നിട്ടുണ്ട്. ഈ പ്രോബ്ലത്തില് mv³ സൈൻ സ്ക്വയർ 60 ഇൻറ്റു ഇവിടെ ഒരു കോസ് 60 ഉണ്ട് ഇൻറ്റു ആ കോസ് 60യുടെ വാല്യൂ ഇവിടെ ഇട്ടിട്ടുണ്ട് ഹാഫ്. ഓക്കെ, ബൈ 2 into 2 4. അപ്പൊ ഇതിന്റെ ഫൈനൽ ആൻസർ mv³ by 4g ഇൻറ്റു സൈൻ 60 നിങ്ങൾക്കറിയാം √3/2. അതിന്റെ സ്ക്വയർ എടുത്താൽ 3/4. സോ ഫൈനൽ ആൻസർ ഈസ് 3mv³ by 16g. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 3mv³ by 16g. അപ്പോ ആംഗുലാർ മൊമെന്റം കാണാൻ പറഞ്ഞാൽ മൊമെന്റം ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാണും. അറ്റ് മാക്സിമം ഹൈറ്റ് ആണെങ്കിൽ വെലോസിറ്റി v കോസ് 60 ആണ്, മൊമെന്റം mv കോസ് 60 ആണ്. mv കോസ് 60, കോസ് 60യുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഹാഫ്. അടുത്ത hന്റെ വാല്യൂ u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. യുവിന് പകരം അവർ തന്നിരിക്കുന്ന വാല്യൂ v എന്നാണ്. അതുകൊണ്ട് v സ്ക്വയർ സൈൻ സ്ക്വയർ 60 ബൈ 2g. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് 3mv³ by 16g എന്ന ആൻസറിൽ എത്തിച്ചേരുന്നത്. Question number 15. A stone thrown at an angle theta to the horizontal reaches a maximum height h. Then the time of flight of the stone will be. തീറ്റ ആംഗിളിൽ പ്രൊജക്ട് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ അറിയാം.
ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് ടി ഈക്വൽ ടു 2u sin theta by g എന്നാണ്. ഓക്കെ, അടുത്തത് ഹൈറ്റിന്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം, h ഈക്വൽ ടു u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. അവർ ആക്ച്വലി ചോദിച്ചിരിക്കുന്നത് ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻസ് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. മിക്സ് ചെയ്യുമ്പോൾ ഇതില് യു സൈൻ തീറ്റയുടെ വാല്യൂ വേണമെങ്കിൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിൽ യു സൈൻ തീറ്റ ഈക്വൽ ടു ജി ടി ബൈ 2 ആണ്. ഈ വാല്യൂ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ടി സ്ക്വയർ ജി സ്ക്വയർ ബൈ 4 ഇൻറ്റു 2g എന്ന് കിട്ടും. അപ്പൊ ഇതിൽ നിന്നും ടി സ്ക്വയർ എഴുതുകയാണെങ്കിൽ 8h, ഒരു ജി കട്ട് ചെയ്യാം, ബാക്കി ബൈ ജി. സോ ഫൈനൽ ആൻസർ ഈസ് റൂട്ട് ഓഫ് ദിസ് വൺ. അപ്പൊ 8നെ നിങ്ങൾക്ക് 2 റൂട്ട് 2 എന്ന് എഴുതാം. സോ ഫൈനൽ ആൻസർ ഈസ് 2 റൂട്ട് 2 ഇൻറ്റു റൂട്ട് ഓഫ് h ബൈ g. So correct answer is option. Okay.